നമസ്കാരം. ഗണേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഭാര്യ ബിന്ദു മേനോൻ രംഗത്ത് വന്നതിന് പിന്നാലെ വിഷയം രാഷ്ട്രീയമായി കത്തുകയാണ് കോൺഗ്രസ്. KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണൻ DGPക്ക് വിഷയത്തിൽ പരാതി നൽകി. മന്ത്രി മറ്റൊരു സ്ത്രീയുമായി കിടക്ക പങ്കിട്ടതായും അദ്ദേഹം സ്റ്റാഫും ചേർന്ന് ഭാര്യ ബിന്ദു മേനോനെ ആക്രമിച്ചതായും പരാതിയിൽ ആരോപിക്കുന്നു. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി മന്ത്രിക്കും ബന്ധപ്പെട്ട സ്റ്റാഫിനുമെതിരെ കേസെടുക്കണമെന്നതാണ് യദു കൃഷ്ണന്റെ ആവശ്യം. മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോൻ തന്നെയാണ് ഈ വിഷയങ്ങൾ നേരിൽ കണ്ടതെന്നും തുടർന്ന് 112ലേക്ക് വിളിച്ച് വിവരം അറിയിച്ചെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ ഈ പരാതിയിൽ അന്ന് തുടർ നടപടികൾ ഉണ്ടായില്ലെന്നും DGPക്ക് നൽകിയ കത്തിൽ യദു കൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മന്ത്രിയുടെ വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് ഭാര്യ തന്നെ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെടുന്നു. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ ആരോപണത്തിന് പിന്നാലെ പോലീസിനെതിരെ വിമർശനവുമായിട്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയത്. മന്ത്രിയുടെ ഭാര്യയ്ക്ക് പോലും ലഭിക്കാത്ത നീതി കേരളത്തിലെ ഏത് സ്ത്രീക്കാണ് ലഭിക്കുകയെന്ന് സതീശൻ ചോദിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കണം. ഗണേഷ് കുമാറിന്റെ ഭാര്യയുടെ പരാതിയിൽ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് വ്യക്തമാക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി കപ്പ് പിടിച്ച് PR നടത്തിയില്ലേ? ആ കപ്പ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ കയ്യിലില്ലേ എന്നും സതീശൻ പരിഹസിച്ചു. 2014 വിവാഹം കഴിഞ്ഞ മുതൽ ഗണേഷുമായി പല പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നാണ് ബിന്ദു മേനോൻ വെളിപ്പെടുത്തിയത്. ഇതിനു മുൻപ് പല സ്ത്രീകളുടെയും പേരിൽ ഗണേഷുമായി തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നീട് ഞാൻ ആരൊക്കെ വിളിക്കുന്നുവെന്നറിയാൻ എൻ്റെ ഫോൺ അടക്കം ട്രാക്ക് ചെയ്തു. എനിക്ക് പലരുമായി ബന്ധമുണ്ടെന്നും പറഞ്ഞ് കൺട്രോൾ ചെയ്ത് നിർത്തും. പലരുടെയും കൂടെ അമേരിക്കയ്ക്ക് പോയി, ദുബായിക്ക് പോയി, ഇങ്ങനെ പലതും എനിക്കെതിരെ പറയും. എനിക്ക് സംശയരോഗമാണെന്ന് എൻ്റെ വീട്ടുകാരോടും എല്ലാവരോടും പറയുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിക്ക് പലരുമായി ബന്ധമുണ്ടെന്നറിയാമായിരുന്നു. ശനിയാഴ്ച ഞാൻ ആരോടും പറയാതെയാണ് വാളകത്ത് വീട്ടിലേക്ക് പോയത്. വാതിൽ തുറന്നു. ശാന്തൻ എന്ന ഡ്രൈവറെ കണ്ടു. ഞാൻ ബെഡ്റൂമിൽ പോയി കണ്ടത് വളരെ മോശം സാഹചര്യമായിരുന്നു. ഞാൻ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ശാന്തൻ എന്നെ തടയാൻ ശ്രമിച്ചു. എല്ലാത്തിനും ചിത്രങ്ങൾ എൻ്റെ കൈവശമുണ്ടെന്നും അവർ വെളിപ്പെടുത്തി. മന്ത്രിയെയും മന്ത്രിയുടെ കൂടെയുണ്ടായിരുന്ന ആളെയോ ഞാനൊന്നും ചെയ്തില്ല. എന്നാൽ ഞാൻ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ മന്ത്രി ശാന്ത അവരെ പിടിക്ക് അവരുടെ ഫോൺ മാറ്റാൻ പറഞ്ഞു. ശാന്തൻ ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ സമ്മതിച്ചില്ല. ഞാൻ ഉടനെ ലേഖ ചേച്ചിയെ വിളിച്ചു. ചേച്ചി ഉടൻ 112ലേക്ക് വിളിക്കാൻ പറഞ്ഞു. ഓടി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ പ്രദീപ് എന്നയാൾ എന്നെ വാതിൽ തുറക്കാൻ സമ്മതിച്ചില്ല. പോലീസ് വരുന്നതിന് മുമ്പ് ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയെ ശാന്തൻ കാറിൽ കയറ്റി. ഗണേഷ് കുമാർ അകത്ത് കയറി വാതിലടച്ചു. ഇതാണ് ഉണ്ടായത്. പോലീസ് വന്നിട്ട് എന്നോട് ചോദിച്ചു യാമിനി തങ്കച്ചിയാണോ എന്ന്. അല്ല, എൻ്റെ പേര് ബിന്ദു എന്നാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇത് ഞങ്ങളുടെ പരിധിയിൽ വരുന്ന കാര്യമല്ലെന്നാണ് പോലീസ് പറഞ്ഞത്. എന്നാൽ ഞാൻ പിണറായി സാറിനെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ മന്ത്രിയുടെ വേറൊരു സ്റ്റാഫായ മനോജ് വന്ന് പറഞ്ഞു, ചേച്ചി ഒന്നും ചെയ്യില്ലേ, ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. സാറിനൊരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്ക്. അത് കഴിഞ്ഞ് എൻ്റെ കാലിൽ മനോജ് വീണ് അപേക്ഷിച്ചു. എനിക്ക് ഡോക്യുമെൻറ്റ്സ് എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മനോജ് പറഞ്ഞു മന്ത്രിയുടെ വീട്ടിൽ പോലീസ് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ പോലീസ് പറഞ്ഞതനുസരിച്ച് ഞാൻ തന്നെ എൻ്റെ സാധനങ്ങൾ എടുക്കാൻ പോയി. ഇതിനിടെ മനോജ് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പെട്ടിയെടുത്ത് പുറത്തേക്ക് പോകാൻ നേരം പ്രദീപ് എന്നയാൾ വാതിലടച്ചു. പുറത്ത് പിങ്ക് പോലീസ് നിൽക്കുമ്പോൾ പ്രദീപ് എൻ്റെ കയ്യിൽ പിടിച്ച് വലിക്കുകയാണ്. പിന്നെ വാതിൽ തുറന്ന് നോക്കുമ്പോൾ പോലീസ് ഇല്ല. പിന്നെ ഞാനൊരു ടാക്സി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കാറിൽ പെട്ടിവെച്ച് കയറുകയാണ് ഉണ്ടായത്. BJP കൗൺസിലറായ R ശ്രീലേഖ തൻ്റെ ബന്ധുവാണെന്നും അവരുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് സഹായം തേടിയതെന്നും ഭാര്യ ബിന്ദു മേനോൻ പറഞ്ഞു. തനിക്കുണ്ടായ അനുഭവത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്നും അവർ പറഞ്ഞു. ഇക്കാര്യം താൻ മുഖ്യമന്ത്രിയുടെ മകളെയും വിളിച്ച് പറഞ്ഞിരുന്നുവെന്നും അവർ വെളിപ്പെടുത്തിയിരുന്നു.